The first financial institutions which we are going to discuss in this particular module is about NBFC നെ കുറിച്ചാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സി നമ്മൾ ഓൾറെഡി ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് ഡിസ്കഷൻ കഴിഞ്ഞതാണ്. ലൈക്ക് RBI we have already discussed, SEBI we have already discussed, mutual funds we have already discussed. ലൈക്ക് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഈ മോഡ്യൂളിൽ വരുന്നത്. സോ ലൈക്ക് ബാങ്ക്സ്, another financial institution is like NBFC. So what is a NBFC? NBFC is a company. It is like it have to be registered under any of the Companies Act. So നമ്മുടെ latest act ആയതുകൊണ്ട് 2013 ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യണം, കമ്പൽസറി ആണ്. ഇറ്റ് ഹാവ് ടു ബി രജിസ്റ്റേർഡ് ആസ് എ ഫിനാൻഷ്യൽ കമ്പനി. NBFC ആയിട്ട് തന്നെ registration നടത്തണം. Like what they are doing is they are engaged in the business of loans and advances, acquisition of shares, debentures, bonds, securities issued by the government or local authority or any other marketable securities. Like they can either dealing in the leasing, hire purchase, insurance, or cheat business. See, ബാങ്കുകളെ പോലെ തന്നെയാണ്, but they will not be getting any banking license. Banking license RBIയുടെ കയ്യിൽ നിന്നും കിട്ടത്തില്ല. They can do like bank-like operations. Financial company തന്നെയാണ്, bank-like operations ആണ് NBFCs provide ചെയ്യുന്നത്. Like they have to be registered under any of the Companies Act. Latest ആയതുകൊണ്ട് 2013 ആണ്. അല്ലെങ്കിൽ അതിന് മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളാണെങ്കിൽ it have to be registered under Companies Act 1956. സോ അത്തരം കമ്പനികളെ നമ്മൾ NBFC എന്നുള്ള രീതിയിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ആണ്. ദേ വിൽ ബി ഡൂയിങ് മോസ്റ്റ് ഓഫ് ദ ബാങ്കിങ് സർവീസസ്. ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ലൈക്ക് ലോൺസ് ദേ ക്യാൻ പ്രൊവൈഡ്, ദേ ക്യാൻ ഡീൽ വിത്ത് ദ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ദേ ക്യാൻ ഡീൽ വിത്ത് ദ ഹയർ പർച്ചേസ്, ഇൻഷുറൻസ് അല്ലെങ്കിൽ ചിറ്റ് ബിസിനസ് തുടങ്ങിയിട്ടുള്ള അത്തരം കമ്പനികളെയെല്ലാം നമ്മൾക്ക് NBFCs എന്നാണ് പറയാൻ പറ്റുക. ലൈക്ക് അവർ ചെയ്യാൻ പറ്റാത്ത മേഖലകൾ ഏതൊക്കെയാണ്, പറ്റാത്ത ബിസിനസ് എന്തൊക്കെയാണ്? Their principal business should not be any agriculture activity. See, actually they can provide loan for the agriculture purpose. Agriculture purpose-ന് വേണ്ടിയിട്ട് ലോൺ കൊടുക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും അവർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാം. But they cannot do the agricultural business. Agricultural business ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ they cannot do any industrial business. Industrial business ചെയ്യാൻ പറ്റില്ല. They cannot dealing with the trading, buy or sell of any of the goods other than the financial securities. നമ്മുടെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് അല്ലാതെ വരുന്ന ഏതെങ്കിലും ഐറ്റംസ് ലൈക്ക് എനി മൂവബിൾ ഗുഡ്സ് they cannot deal. ലൈക്ക് ട്രേഡിംഗ് ചെയ്യാൻ പറ്റത്തില്ല, ബൈയിങ്ങും സെല്ലിങ്ങും നടത്താൻ പറ്റില്ല. അതുപോലെ തന്നെ they cannot deal with the construction business. ആകും കൺസ്ട്രക്ഷൻ ഏരിയാസിലും അവർക്ക് കാര്യമായിട്ടുള്ള ലൈക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് മേഖല പോലെയുള്ള അത്തരം ബിസിനസ്സുകൾക്കും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ഈ പറഞ്ഞിട്ടുള്ള എല്ലാ മേഖലകളിലേക്കും they can provide loans. ലോൺസ് കൊടുക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. But they cannot, their primary business or their principal business should not be these following categories. ഈ കാറ്റഗറീസില് വരാത്ത ആളുകളായിരിക്കണം, അല്ലെങ്കിൽ വരാത്ത ബിസിനസ് മേഖലകളിലായിരിക്കണം ലൈക്ക് NBFCs എൻഗേജ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. ഓക്കെ, ദെൻ NBFCs പറയുമ്പോൾ തന്നെ അതിന്റെ കൂടെ പറയേണ്ട ഒരു കമ്പനിയാണ് ലൈക്ക് നോർമൽ കേസില് NBFCs does not like accept deposit. They will not be accepting any deposit. But there is a certain category of NBFC that provides or that accept deposit. അത്തരം കമ്പനികളെ നമുക്ക് റെസിഡ്വറി നോൺ ബാങ്കിങ് കമ്പനി എന്നാണ് പറയുന്നത്. NBFCയുടെ കീഴിൽ തന്നെ വരുന്നതാണ്. നോർമൽ ജനറൽ കേസിൽ they will not be accepting deposits like ബാങ്ക് പോലെയുള്ള ഡെപ്പോസിറ്റുകൾ അവര് സ്വീകരിക്കാറില്ല. അപ്പൊ നമ്മളുടെ മുത്തൂറ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും മണപ്പുറം എടുക്കുകയാണെങ്കിലും അവരൊന്നും അങ്ങനെ ഒരു ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന ഒരു കമ്പനികളല്ല. ബട്ട് ദേ ക്യാൻ അക്സെപ്റ്റ് ആഫ്റ്റർ ഗെറ്റിംഗ് ദ പെർമിഷൻ ഫ്രം ദി RBI. RBIയുടെ ഒരു അപ്രൂവൽ കിട്ടിയ ശേഷം ദേ ക്യാൻ അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്. അങ്ങനെ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന കമ്പനികളെ അവർക്ക് എന്തായിട്ടാണ് നമ്മൾ വിളിക്കാറ്? ഇറ്റ് ഈസ് റെസിഡ്വറി നോൺ ബാങ്കിങ് കമ്പനി എന്നാണ് പറയുന്നത്. Their principal business is receiving deposit in either in lump sum or in installment. അത് ഏത് വഴിയാണെങ്കിലും ശരി, they will be doing in this particular financial activity. After accepting, they will be providing loans for the different categories. അതാണ് ഇതിനകത്ത് വരുന്നത്. സോ എന്താണ് NBFC എന്നുള്ള ഡെഫിനിഷനും അതുപോലെ തന്നെ എന്താണ് റെസിഡ്വറി നോൺ ബാങ്കിങ് കമ്പനി എന്നുള്ളതാണ് നമ്മൾ ഇനീഷ്യലി
പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. ഇത്തരം ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിൽ അവർ എൻഗേജ്ഡ് ആയിരിക്കും. ഇത്തരം ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആവുന്നില്ല. അതുപോലെ തന്നെ വേറൊരു കാറ്റഗറി പറയുന്നത് റെസിഡറി നോൺ ബാങ്കിങ് കമ്പനിയാണ്. ഓക്കെ, പിന്നെ നമ്മള് ബാങ്കുകളും NBFCസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ, നോർമൽ നമ്മളുടെ ബാങ്കുകളും NBFCസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചെക്ക്, റൈറ്റ്? NBFC cannot accept ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എപ്പോ പോയി കാശ് ചോദിച്ചാലും the financial institution is responsible for giving it back. Actually, for example, if നമ്മൾ ഒരു ബാങ്കിൽ പോവാണെന്നുണ്ടെങ്കിൽ, if you are having a savings account or a current deposit account, നമ്മൾ പോവാണെങ്കിൽ തന്നെ it is the responsibility of the bank to give money whenever we are asking, whenever we are demanding. But in the case of like NBFCs, നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ തരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ഇവിടെ ഡിമാൻഡ് ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. NBFCs are not providing any of the demand deposits. They are only providing term deposits. Like ഒരു ടൈം വെച്ചിട്ടുള്ള ഡെപ്പോസിറ്റ്സ് മാത്രമാണ് NBFCs പ്രൊവൈഡ് ചെയ്യുന്നത്. That is the one of the major difference between the bank and NBFC. രണ്ടാമത്തത്, NBFCs does not engage in any of the സെറ്റിൽമെന്റ് സിസ്റ്റം ഇപ്പോൾ ക്ലിയറിംഗ് ഹൗസ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ രണ്ട് ബാങ്കുകൾ തമ്മിലുള്ളതാണെങ്കിലോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇനി ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ NBFCs എൻഗേജ് ചെയ്യുന്നില്ല. ആൻഡ് ദേ കനോട്ട് ഇഷ്യൂ ചെക്സ്. ലൈക് ചെക്കുകൾ ഇഷ്യൂ ചെയ്യാൻ പറ്റാത്ത കാറ്റഗറീസ് ആണ്. ഫർദർ ആയിട്ട് ഇനി വരുന്ന അമെന്റ്മെന്റുകളിലൊക്കെ പുതിയതായിട്ട് ചിലപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തേക്കാം. ബട്ട് സോ ഫാർ NBFCs cannot issue check. Then the third difference is like നമ്മളുടെ നോർമൽ ആയിട്ടുള്ള ഡെപ്പോസിറ്റുകൾ ബാങ്കിലാണെങ്കിൽ ആക്ച്വലി ഫോർ അവർ ഡെപ്പോസിറ്റ് വി വിൽ ബി ഗെറ്റിംഗ് ഇൻഷുറൻസ് ഫെസിലിറ്റി കിട്ടാറുണ്ട്. ലൈക് ഫ്രം ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ DICGCയുടെ കീഴിൽ നമ്മളുടെ ഓരോ ഡെപ്പോസിറ്റിനും നമ്മൾക്ക് ഇൻഷുറൻസ് കിട്ടും. ഈവൻ ഇഫ് ലൈക്ക് ബാങ്ക് കൊളാപ്സ് ആയി പോയാലും നമുക്ക് ആ ഒരു ഇൻഷുറൻസ് തുക കിട്ടാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാക്സിമം 1 lakh വരെ കിട്ടത്തുള്ളൂ. കാരണം ഈവൻ നമ്മളുടെ ഇപ്പോ 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ബാങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ കൂടി ബാങ്ക് നഷ്ടപ്പെട്ടാൽ മാക്സിമം 1 lakh ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആ എമൗണ്ട് വരുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് NBFCs ഇത്തരം ഇൻഷുറൻസ് ഫെസിലിറ്റി ഡെപ്പോസിറ്റേഴ്സിന് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. സോ ഇതാണ് 3 മേജർ ഡിഫറൻസ്. വൺ ഈസ് ലൈക്ക് ബാങ്ക്, the NBFCs does not provide any of the demand deposit. They will not be acting as any of the clearing settlement system, or like they cannot issue check, and they will not be getting any insurance facility on their deposit. Adana major difference ബാങ്കുകളും NBFCയും തമ്മിലുള്ള major difference വരുന്നത്. Moving on to the next concept, അല്ലെങ്കിൽ next ടോപ്പിക്കിലേക്ക് പോകുന്ന സമയത്ത്, these are all the role of NBFC in like promoting the economy. നമ്മളുടെ ഒരു ഇന്ത്യൻ എക്കോണമിയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ what is the role played by NBFC? NBFCയുടെ റോൾ എന്താണ് എന്നുള്ളതാണ്. ആക്ച്വലി while compared with the banks, NBFC എന്ന് പറയുന്നത് കുറച്ചുകൂടെ കസ്റ്റമർ ഫ്രണ്ട്ലി ആണ്. ലൈക്ക് കുറച്ചുകൂടെ ഈസി ആണ് എല്ലാവരോട് ആക്സസ് ചെയ്യാനും. അതുപോലെ തന്നെ ലൈക്ക് അവരുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ലൈക്ക് while compared with the other sector, NBFCയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിരുന്നു. നമ്മൾ ആക്ച്വലി നോർമൽ സിറ്റുവേഷനിൽ നമ്മൾ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ NBFCയുടെ കേസ് സ്റ്റഡീസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ലൈക്ക് NBFC റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ക്രൈസിസിനെ കുറിച്ചിട്ട് എന്തായാലും നിങ്ങൾ തന്നെ സ്വന്തമായിട്ടൊന്ന് നോക്കുക. വാട്ട് ആർ ദ റീസെന്റ് ക്രൈസിസ് ഹാപ്പൻ ഇൻ ദ NBFC സെക്ടർ. ഇപ്പോൾ ഓരോ കമ്പനികളും നമ്മൾ എടുക്കുകയാണെങ്കിൽ ILNFS എടുക്കുകയാണെങ്കിലും DHFL ആണെങ്കിലും റിലയൻസ് ക്യാപിറ്റൽ ആണെങ്കിലും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ആൽഡിക്കോ ആണെങ്കിലും ഇതെല്ലാം വാട്ട് ഈസ് ദ ആക്ച്വൽ ക്രൈസിസ് വിച്ച് ഈസ് ഹാപ്പൻഡ് ഇൻ ദ NBFC സെക്ടർ നിങ്ങൾ മെയിൻ ആയിട്ട് ഓരോന്നും എടുത്തു നോക്കേണ്ടതാണ്. ജസ്റ്റ് ഓവറോൾ നമ്മൾ NBFCs ആണെങ്കിൽ റിസ്ക് പ്രൊഫൈലുള്ള ക്രെഡിറ്റ് പോലും പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിൽ കൂടെ ഉണ്ടായിട്ടുള്ള ഒരു ക്രൈസിസ് ആണ് നമ്മൾ കണ്ടുള്ളൂ. സോ ഈ ജനറലി വരുന്ന ആ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ റോളിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്നുള്ള ലെവലിലേക്ക് നമ്മൾ ഇപ്പൊ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഈ പ്രാക്ടിക്കൽ സൈഡ് നോക്കുമ്പോഴാണ് ഇത്രയും ക്രൈസിസ് ഒക്കെ നമുക്ക് വന്നിട്ടുള്ളത്. ഒരുപാട് കമ്പനികൾ NBFC സെക്ടറിൽ ലൈക്ക് ഇത്രയും ഒരു നഷ്ടം വന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിന്റെ ആ ഒരു എക്കോണമിയെ തന്നെ എത്രമാത്രം ബാധിച്ചു നമ്മൾ കണ്ടതാണ്. എനിവേ,
നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോയിന്റ് വരുന്നത് ഗ്രോത്ത് ആണ്. ആക്ച്വലി ഇറ്റ് ക്രിയേറ്റ്സ് ഓർ ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദി GDP. ലൈക്ക് ഒരു എക്കോണമിയുടെ ഗ്രോത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാങ്കിങ് സെക്ടറെക്കാളും കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് NBFC സെക്ടർ തന്നെയാണ്. ഓരോ വർഷവും ഇതിന്റെ ആ ഒരു ഗ്രോത്ത് നമുക്ക് ആക്ച്വലി കാണാമായിരുന്നു. അതുപോലെ തന്നെ ഈ നമ്മളുടെ എക്കോണമിയിൽ ഒരു സ്ലോ ഡൗൺ വന്ന സമയത്ത് പോലും NBFCs നല്ല രീതിയിൽ പെർഫോം ചെയ്യുമായിരുന്നു. ബട്ട് ലൈക്ക് റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള കുറച്ച് ക്രൈസിസ് ഉണ്ടെങ്കിൽ കൂടി ഓവറോൾ NBFC സെക്ടർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോ പർട്ടിക്കുലർലി നമ്മൾ ഓരോ സെക്ടർ വൈസ് എടുക്കുകയാണെങ്കിലും ആ സെക്ടർ വൈസിലൊക്കെ കോൺട്രിബ്യൂഷൻസ് NBFCs പ്രൊവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ പ്രോഫിറ്റബിലിറ്റി. See why these NBFCs are more profitable than like this banks. നോർമൽ ബാങ്ക്സിനേക്കാളും കൂടുതലായിട്ട് ഒരു പ്രോഫിറ്റബിലിറ്റി ഏൺ ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ ലൈക്ക് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ബിക്കോസ് ദേ വർക്ക് ഇൻ ലൈക്ക് ലോവർ കോസ്റ്റ്. അവരുടെ കോസ്റ്റ് വൈൽ കമ്പയർഡ് വിത്ത് ലൈക്ക് നോർമൽ കമേഴ്ഷ്യൽ ബാങ്ക്സ് ഒക്കെ അതിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ദേ വിൽ ബി ഡീലിംഗ് വിത്ത് ദ ലൈക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലുതാണ്. നൗ ലൈക്ക് NBFCs കുറച്ചുകൂടെ ഒരു ലിബറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ബാങ്കുകൾ പോലെ അത്ര ടൈറ്റ് റെഗുലേഷൻസ് ഇല്ലാത്തത് കൊണ്ട്, റെഗുലേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഇല്ല എന്നല്ല പറയുന്നത്, ബട്ട് വൈൽ കമ്പയർഡ് വിത്ത് ദ ബാങ്കിങ് കമ്പനീസ് കുറച്ച് റെഗുലേഷൻസ് കുറവായത് കൊണ്ട് തന്നെ ദേ ക്യാൻ പ്രൊവൈഡ് മോർ ലോൺസ്. ബാങ്കുകൾ ഇപ്പോൾ ഏകദേശം ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ബാങ്കുകൾ ചാർജ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറവ് ലോണിന് ഇൻട്രസ്റ്റ് റേറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലൊക്കെ NBFCs വളർന്നു എന്നുള്ളത് തന്നെയാണ്. കുറച്ചുകൂടെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ NBFCs കൂടുതലായിട്ടുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇസാഫ് പോലെയുള്ള മൈക്രോ ഫിനാൻസ് കമ്പനീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി തന്നെ ലൈക്ക് ഡിഫറെന്റ് ആണ് വൈൽ കമ്പയർഡ് വിത്ത് അതർ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻസ്. ഓക്കെ, then next one is related with the financial market. Financial market ne enhance cheyannu parna actually like they are ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് while compared with the banking companies NBFCs ന്റെ സൈസ് വളരെ ചെറുതാണ്. സോ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. ആക്ച്വലി ഇറ്റ് പ്രൊവൈഡ് ലൈക്ക് ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് തന്നെ ഇത് സാധ്യമാണ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോ ലൈക്ക് ഇൻക്ലൂഡിങ് ദ ലൈക്ക് എന്താ പറയാ നമ്മളുടെ ഫിനാൻഷ്യൽ സെക്ടറിൽ പാർട്ടാവാത്ത വ്യക്തികളെ കൂടിയും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് എപ്പോഴും ഗവൺമെന്റിനുണ്ട്. ഏർലിയർ ഡേയ്സ് ഒക്കെ നമ്മൾ പണ്ട് കാലഘട്ടങ്ങളിൽ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത് വെച്ചാൽ നമ്മളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അത് ക്യാഷ് ഒന്നില്ലെങ്കിൽ വീട്ടിൽ തന്നെ എടുത്തു വെക്കും, ബാങ്കുകളിലൊന്നും കൊണ്ടുപോയി ഇടാത്ത ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ബാങ്കിനെ ആശ്രയിക്കുന്ന ഒരു സിറ്റുവേഷൻ. കേരള മോഡലൊക്കെ കുറച്ച് ഡിഫറെന്റ് ആണ്. ബട്ട് ലൈക്ക് വൈൽ കമ്പയർഡ് വിത്ത് അതർ സ്റ്റേറ്റ്, ഇന്ത്യയിൽ തന്നെ മറ്റുള്ള സ്റ്റേറ്റുകൾ, ഇപ്പൊ ബംഗാൾ പോലെയുള്ള, കൊൽക്കത്ത പോലെയുള്ള അങ്ങനെയുള്ള സ്റ്റേറ്റുകൾ, കുറച്ചുകൂടെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടുത്തെ സിറ്റുവേഷൻ കുറച്ചുകൂടെ മോശം. ഇപ്പോഴും ബാങ്കുകളെ ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. സോ റൂറൽ ഏരിയാസിൽ ഇത്തരം ആളുകളെ എങ്ങനെ ഫിനാൻഷ്യൽ സെക്ടറിൽ, കാരണം കാശായി എടുത്തു വെച്ചത് കൊണ്ട് ലൈക്ക് ഇറ്റ് ഈസ് നോട്ട് ജനറേറ്റിംഗ് എനി ഇൻകം, അതുകൊണ്ട് തന്നെ ഇതൊരു മാർക്കറ്റിലേക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി പ്രൊവൈഡ് ലൈക്ക് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. കാരണം നമ്മളിപ്പോ വീട്ടിൽ വെറുതെ കാശ് എടുത്തു വെച്ചുകൊണ്ട് കാര്യമില്ല. സോ ലൈക്ക് ദീസ് കമ്പനീസ് ആക്ച്വലി ഹെൽപ്സ് ഇൻ മൊബിലൈസേഷൻ ഓഫ് ഫണ്ട്സ്. സോ ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇത്തരം ആളുകൾ ലൈക്ക് ദേ ആർ നോട്ട് എൻഗേജ്ഡ് ലൈക്ക് ബാങ്കിങ് സെക്ടറിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറിൽ എൻഗേജ് ചെയ്യാതെ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുന്ന വ്യക്തികളെ കൂടി റൂറൽ ഏരിയാസിൽ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ചുകൂടെ കസ്റ്റമർ ഫ്രണ്ട്ലി ആണ്. നമ്മളിപ്പോ ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ഇപ്പോഴും ആ ഒരു ചിത്രം എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ നൂലാമാലകളാണ്. ഒരു കാര്യം നടക്കണമെങ്കിൽ തന്നെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യണം. അവിടുത്തെ നമ്മളുടെ ഒരു കസ്റ്റമറിനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. റീസെന്റ് ആയിട്ടുള്ള ഒരു റിസർച്ച് റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് വൈൽ കമ്പയർഡ് വിത്ത് ദ ബാങ്കിങ് സെക്ടർ NBFCs പോകുന്ന ഡീൽ ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ
കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് 15% എക്സ്ട്രാ ആണ് ആ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇത്തരം NBFCs ഡീൽ ചെയ്യുന്ന ആള്. കാരണം അത്രയും ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് NBFCs എടുക്കാറ്. അതുപോലെ റൂറൽ ഏരിയാസിലും ഇതുപോലെയുള്ള പുതിയ ചെറിയ ചെറിയ ഓർഗനൈസേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതും ചെറിയ ചെറിയ ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും എല്ലാ ഏരിയാസിലുള്ള ആളുകളെയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫിനാൻഷ്യൽ സെഗ്മെന്റിലേക്ക് ഇവര് കവർ ചെയ്യുന്നുണ്ട്. സോ ഒരു പുതിയൊരു കമ്പനി ആയിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യാനും വലിയ റിസ്ക് ഒന്നുമില്ല. ലൈക്ക് ചെറിയ എമൗണ്ട് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് NBFCs ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു നല്ല വശങ്ങളാണ് പറഞ്ഞു വരുന്നത്. കാരണം ഇത്തരം ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് കമ്പനികൾ ആളുകളൊക്കെ പറ്റിച്ചിട്ടുള്ള സിറ്റുവേഷൻസും നമ്മൾ കണ്ടിട്ടുണ്ട്. മലയാളികളെ കൂടുതലായിട്ട് പറ്റിച്ചിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഇപ്പോഴും പറ്റിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പല പല പേരുകളിലാണ് അറിയുന്നതെന്ന് മാത്രം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ അടുത്ത ഒരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ലെൻഡിങ് ആണ്. ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല, നമ്മൾ ഇനീഷ്യലി പറഞ്ഞ പോലെ ലൈക്ക് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ശരി, ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും ശരി, ഹൗസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ആണെങ്കിലും ശരി, അതുപോലെ ഏതൊരു സെക്ടർ, അഗ്രികൾച്ചറൽ റിലേറ്റഡ് ആണെങ്കിലും ഇതിലെല്ലാ മേഖലകളിലേക്കും NBFCs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫെസിലിറ്റീസ്. NBFCs നമ്മൾക്ക് എല്ലാ ഫെസിലിറ്റീസിനും വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇൻഫ്രാസ്ട്രക്ചറിന് ഒരു ഇതെന്താന്ന് വെച്ചാൽ, നമ്മൾ കൂടുതലായിട്ട് ഫണ്ട് വേണ്ട ഒരു പ്രൊജക്ടുകളാണ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്. കാരണം ഗവൺമെന്റിന്റെ സൈഡിന് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സുകൾ ആവശ്യമാണ്. അതുപോലെ തന്നെ എല്ലാ മേഖലയും, ഇപ്പോൾ പവർ സെക്ടറിലാണെങ്കിൽ PFC ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ ശ്രീരാം ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഉണ്ട്. അങ്ങനെ ഓരോ സെക്ടർ വൈസ് എടുത്ത് നോക്കുകയാണെങ്കിലും അതിനെ സ്പെസിഫിക് ആയിട്ടുള്ള കമ്പനീസ് ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോ PFC ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഗവൺമെന്റ് അണ്ടർടേക്കിംഗ്. അതുപോലെ ബജാജ് ഫിൻസർവ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ NBFCയിൽ ഡീൽ ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന മഹേന്ദ്ര ഫിനാൻസ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ലൈക്ക് NBFC. അങ്ങനെ ഓരോ കമ്പനികൾ എടുത്ത് നോക്കുകയാണെങ്കിലും they will be providing like different like services like rural housing finance ആണെങ്കിലും ശരി, ഇൻഷുറൻസ് സർവീസ് ആണെങ്കിലും NBFCs നല്ല രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ പ്രൊമോട്ടിങ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗം. കാരണം അവിടെ ഒരു വലുതായിട്ടുള്ള അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ കമ്പനീസിന് മാത്രമല്ല ഇവിടെ ഒരു ഗ്രോത്ത് വേണ്ടത്, ബോത്ത് ഇൻ അർബൻ ആൻഡ് റൂറൽ ഏരിയാസ്. ഇത് രണ്ട് സെക്ടറിലും ബാങ്കിങ് സെക്ടറിൽ അല്ലെങ്കിൽ ബാങ്കിങ് മേഖല, ഫിനാൻഷ്യൽ മേഖലകളിൽ ആളുകൾക്ക് ഇതിനകത്തുള്ള ഫെസിലിറ്റീസ് കിട്ടണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഗവൺമെന്റ് ഈ സ്റ്റാർട്ടിങ് ലൈക്ക് NBFCs. അതുപോലെ തന്നെ മൈക്രോ ഫിനാൻസിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇസാഫ് പോലെയുള്ള കമ്പനീസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ, ഇപ്പൊ നിങ്ങളുടെ ഉൾപ്രദേശത്തൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ കൂടുതലായിട്ട് അറിയാൻ പറ്റും. മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എത്രയോ കമ്പനീസ് നമുക്ക് ചുറ്റുമുണ്ട്. അതിൽ ഇസാഫിന്റെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇസാഫിൽ ഓൾറെഡി ചിലപ്പോൾ ജോലി ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ അവിടെ ലോൺ എടുത്തവരുണ്ടാവും, നമ്മളുടെ കുടുംബശ്രീ പോലെയുള്ള ഫെസിലിറ്റീസിലൊക്കെ അവിടെ. അപ്പൊ എല്ലാവർക്കും പുതിയ ഒരു ബിസിനസ് തുടങ്ങാനും, അല്ലെങ്കിൽ KSFE പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, ചിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ, അതിനകത്ത് ചിറ്റ് ഫണ്ട് ബിസിനസ് ഒക്കെ നടത്തുന്ന സ്ഥാപനങ്ങളും ഇതിനകത്ത് വരാറുണ്ട്. ദെൻ അപ്ലിഫ്റ്റ്മെന്റ് ഇൻ ദ എംപ്ലോയ്മെന്റ് സെക്ടർ. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ കിട്ടും, ചിലപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ പലരും പല NBFCs വർക്ക് ചെയ്യുന്നുണ്ട്. സോ NBFCs ആക്ച്വലി പ്രൊവൈഡിങ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് നോട്ട് ഓൺലി ഡയറക്റ്റ് എംപ്ലോയ്മെന്റ്, ഇൻഡയറക്റ്റ് എംപ്ലോയ്മെന്റും NBFCs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇറ്റ് ക്രിയേറ്റ്സ് ലൈക്ക് നമ്മളുടെ ഓരോ സ്വയം തൊഴിലിനൊക്കെ വേണ്ടിയിട്ട് ലോണൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെയും ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് എന്നുള്ള രീതിയിലും ഇവര് തൊഴിൽ മേഖലകളിലൊക്കെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ NBFC സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും NBFCs വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എംപ്ലോയീസിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ തന്നെ എംപ്ലോയ്മെന്റ് സെക്ടറിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്നതും NBFC ചെയ്യാറുണ്ട്. ദെൻ മൊബിലൈസേഷൻ ഓഫ് അസറ്റ്. ആക്ച്വലി ഈ പോയിന്റ് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ആക്ച്വലി പബ്ലിക് ഫണ്ട് നേരത്തെ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം, ജനറലി NBFCs പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കാറില്ല. ബട്ട്
there is a category of like NBFCs. They will be accepting deposit from the പബ്ലിക് ഓൾസോ. അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പെർമിഷൻ RBIയുടെ നിന്ന് എടുത്തിട്ട് വേണം അത്തരം രീതിയിലുള്ള ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ ദേ ക്യാൻ പ്രൊവൈഡ് ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മളിപ്പോ നോർമലി ഒരു കമേഴ്ഷ്യൽ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു 3 to 4% ആയിരിക്കും നമ്മുടെ സേവിങ്സ് ഡെപ്പോസിറ്റിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ NBFC 6% വരെയൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. Like again, there will be a floor rate ceiling rate ഒക്കെ RBI ഫിക്സ് ചെയ്യും. അതിനകത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ തോന്നിയ പോലെ അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ടു ഗെറ്റ് മോർ കസ്റ്റമർ ബേസ് കിട്ടാൻ വേണ്ടിയിട്ട്, കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി വാട്ട് ദേ വിൽ ഡു, ദേ വിൽ ബി പ്രൊവൈഡിങ് മോർ ലൈക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ടു ദി ഡെപ്പോസിറ്റ്സ്. അതിനുകൂടെ കൂടുതലായിട്ടുള്ള ആളുകളെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലൈക്ക് ബൈ കൺവേർട്ടിങ് ഓർ ലൈക്ക് ബൈ മൊബിലൈസിങ് ദീസ് അസറ്റ്സ്. ലൈക്ക് ദീസ് അസറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ലോണാണ്. ലോൺ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫിനാൻഷ്യൽ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം മെയിൻ ആയിട്ടുള്ള ഒരു ലോൺ ആയിട്ടുള്ള ആ അസറ്റ്സ് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ്സ്, ദീസ് സേവിങ്സ് ദേ ക്യാൻ ബി like what they will be doing, they will be investing in different sectors. നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിലുള്ള different sectors in companies in economic development. Actually the treasury operations എന്നാണ് അതിനെ പറയാറ്. They will be investing in different companies. അതുപോലെ തന്നെ it actually leads to the economic development of a nation. Okay, then next one is like financing long term project. ലോങ് ടേം പ്രൊജക്ടിന്റെ അല്ലെങ്കിൽ ലോങ് ടേം ഫിനാൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ലൈക്ക് നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിനെ ഫണ്ട് ചെയ്യാന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലൈക്ക് എ ലോങ് ടേം പ്രൊജക്ട്. നമ്മളുടെ ലോങ് ടേം മാത്രമല്ല ഷോർട്ട് ടേം പ്രൊജക്ട്സും കൊടുക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ഇപ്പൊ ഹൗസിംഗ് ഫിനാൻസുമായി ബന്ധപ്പെട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ലോങ് ടേം പ്രൊജക്ട്. ഇൻഫ്രാസ്ട്രക്ചർ ലോങ് ടേം പ്രൊജക്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പൊ L&T ഒക്കെ ഇൻഫ്രാസ്ട്രക്ചറിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനീസ് ആണ്. അഗ്രികൾച്ചറിലും അങ്ങനെ ഓരോ സെക്ടർ വൈസ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആണെങ്കിലും ഓരോ സെക്ടറിലും ലോങ് ടേം പ്രൊജക്ട് കൊടുക്കുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ലൈക്ക് ഇറ്റ് ഈസ് ലൈക്ക് ബൂസ്റ്റിംഗ് ദ എക്കോണമി ബൈ പ്രൊവൈഡിങ് ലൈക്ക് ലോങ്, നമുക്കൊരു ടൈം കിട്ടുകയാണ്, പെട്ടെന്ന് തന്നെ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല. വൈൽ കമ്പയർഡ് വിത്ത് അതർ ഫിനാൻഷ്യൽ സെഗ്മെന്റ് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റും കുറച്ചുകൂടെ നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ലൈക്ക് സ്മോൾ ബിസിനസിന്റെ കേസ് എടുക്കുകയാണെങ്കിലും ദേ ക്യാൻ ലൈക്ക് സ്റ്റാർട്ട് വെരി ഈസിലി. കാരണം നമ്മളെ നോർമൽ ബാങ്കിങ് സെറ്റപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു ലോണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ലൈക്ക് ഫോർമാലിറ്റീസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുക. അപ്പോഴേക്കും ചിലപ്പോൾ നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ദിസ് NBFC കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ്, കുറച്ചുകൂടെ കസ്റ്റമർ ഫ്രണ്ട്ലി ആണ്, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്തി പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കൂടുതൽ ആളുകൾ എസ്പെഷ്യലി ലൈക്ക് സ്മോൾ ബിസിനസ് ഒക്കെ നടത്തുന്നവര് ആണെങ്കിൽ ഇത്തരം കമ്പനികളിൽ പോയിട്ടാണ് ലോൺ എടുക്കാറ്. ഓക്കെ, ദെൻ റേസിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇതും വേറെ പല പോയിന്റുകളുമായിട്ട് കണക്ട് ചെയ്ത് പറയാവുന്നതാണ്. ആക്ച്വലി ഈ ഡെപ്പോസിറ്റ്സ് ഒക്കെ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് what they are doing is they are converting these savings as an investment ആയിട്ട് like a capital മാർക്കറ്റിലേക്ക് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. So these money will be flowing into the different sectors of the economy, like different industries of the economy. Actually അവിടുത്തെ ആ ഒരു ഇൻഡസ്ട്രീസിന്റെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് വരികയാണ്. both the long term fund as well as the working capital requirement വേണ്ടിയിട്ട് ഒരു ഫണ്ട് വരികയാണ്. സോ നമ്മളുടെ ഫണ്ട് വെറുതെ ഐഡിയൽ ആയിട്ട് ഇവിടെ കിടക്കുന്നില്ല. ആക്ച്വലി ദേ ആർ ജനറേറ്റിംഗ് എക്സ്ട്രാ ഇൻകം. അങ്ങനെയാവുമ്പോൾ പല ഇൻഡസ്ട്രീസിനും കൂടുതലായിട്ടുള്ള ആളുകളെ ആവശ്യം വരും. ഇറ്റ് ക്രിയേറ്റ്സ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. ദേ വിൽ ബി ഗെറ്റിംഗ് സാലറി. ഇഫ് ദേ ആർ ഗെറ്റിംഗ് സാലറി, their purchasing power will be more, their standard of living will be more, the overall the economy, the demand for different products will be more. Overall നമ്മളുടെ ഒരു സൊസൈറ്റിയെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഫണ്ട് ഫ്ലോ ആണ്. ഈ ഫണ്ട് നമ്മൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇതെല്ലാം ഒരു പോസിറ്റീവ് സൈഡ് ആയിട്ടാണ് പറയുന്നത്. ഇതിന്റെയൊക്കെ നെഗറ്റീവ് സൈഡും ഉണ്ട്. കാരണം ഇപ്പൊ ലോൺ എടുത്തിട്ട് അത് പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ദീസ് ഫണ്ട്സ് വിൽ നോട്ട് ബി ജനറേറ്റിംഗ് എനി എക്സ്ട്രാ ഇൻകം. ഇതൊക്കെയാണ് നമുക്ക് റീസെന്റ് ക്രൈസിസിൽ വന്ന് ചുമ്മാ റിസ്കി ആയിട്ടുള്ള പല വെഞ്ചേഴ്സിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നീട് ക്യാഷ് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വന്നിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അത്തരം നെഗറ്റീവ് സൈഡ്സ് അല്ലെങ്കിൽ ക്രിറ്റിസിസവും ഡിസഡ്വാൻറ്റേജ് എല്ലാം ഉണ്ടെങ്കിൽ കൂടി ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഐഡിയൽ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ആർക്കും വരില്ല. ഇറ്റ് ഈസ് ലൈക്ക് ആക്ച്വലി എ ഗുഡ് ഫോർ ദി എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം
ഇതൊരു നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന രീതിയിൽ തന്നെ പോകുന്ന ഒരു സെഗ്മെന്റ് ആണ് NBFC എന്ന് പറയുന്നത്. ദെൻ ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സിനെ കുറിച്ച് NBFCs എപ്പോഴും നമ്മളുടെ സാധാരണ രീതിയിലുള്ള ഒരു ബാങ്കിങ് സെക്ടർ മാത്രമല്ല, ഇപ്പൊ ഏതൊരു സെക്ടറിനും നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ they have to do something new, right? So likewise they are providing lot of like new instruments മാർക്കറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് ലോൺസ് ആണെങ്കിലും ശരി, ഡിഫറെന്റ് ഡെപ്പോസിറ്റ് സ്കീമുകൾ ആണെങ്കിലും ശരി, ഇപ്പൊ ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളുടെ സ്മോൾ റീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിൽ ഡെപ്പോസിറ്റേഴ്സിന് മിനിമം ഇൻവെസ്റ്റ്മെന്റ് ലൈക്ക് 50 രൂപ മുതൽ അല്ലെങ്കിൽ 500 രൂപ മുതൽ ലൈക്ക് സ്മോൾ ഇൻവെസ്റ്റ്മെന്റ് തന്നെ കളക്ട് ചെയ്തിട്ട് ടെന്യൂറൊക്കെ വളരെ ചെറിയ കാലാവധിയിൽ തന്നെ നടത്തുന്ന ആ ഒരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ലൈക്ക് ഇപ്പൊ കൂടെ ഈ മൊബൈൽ ഫോണും ഇന്റർനെറ്റ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ബാങ്കിലേ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ എന്ത് ചെയ്യാം, പല കാര്യങ്ങളും ഇവിടെ നിന്ന് തന്നെ ചെയ്യാം. അപ്പൊ നമുക്കൊരു സേവിങ്സ് അക്കൗണ്ട് വീട്ടിലിരുന്ന് ചെയ്യാം, ഓപ്പൺ ചെയ്യാം അവിടെ പോയിട്ട്. കാരണം ഒരു ആധാർ അക്കൗണ്ടോ മറ്റോ ഇപ്പോ പാൻ കാർഡൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ തന്നെ ID പ്രൂഫ് ഒക്കെ വെച്ച് ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇത്തരം ഫെസിലിറ്റീസ് കുറച്ചുകൂടെ പുതിയതായിട്ട് NBFCs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മളുടെ ഒരു റോൾ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, അതിനകത്ത് നിങ്ങൾക്ക് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് എവർ ദ പോയിന്റ്സ് വിച്ച് യു ആർ ഗെറ്റിംഗ് വിച്ച് പ്രൊമോട്ട്സ് ടു ദി എക്കണോമിക് ഡെവലപ്മെന്റ്, അതെല്ലാം നിങ്ങൾക്ക് NBFCയുമായി ലൈക്ക് അസോസിയേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ റെഗുലേഷൻസ് അല്ലെങ്കിൽ റെഗുലേറ്ററി ഫ്രെയിംവർക്കിനെ കുറിച്ചാണ്. NBFCയുടെ റെഗുലേഷൻസിനെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇൻ ഓർഡർ ടു ക്യാരി ഔട്ട് എനി ഓഫ് ദ ലൈക്ക് നോൺ ബാങ്കിങ് ബിസിനസ് NBFCയും ഇറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ RBI തന്നെയാണ് ഇത് റെഗുലേറ്റ് ചെയ്തിട്ടുള്ളത്. NBFCs എന്തായാലും ഒന്ന് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. അത് മാത്രമല്ല ഇറ്റ് ഹാവ് ടു ബി രജിസ്റ്റേർഡ് വിത്ത് RBI ടു കമൻസ് ദ ബിസിനസ്. ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് മേഖലകളാണെങ്കിലും, ഹൗസിംഗ് ആണെങ്കിലും ശരി, ട്രാൻസ്പോർട്ട് ആണെങ്കിലും ശരി, ഫിനാൻഷ്യൽ സെക്ടറിലാണെങ്കിലും ശരി, ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും, അഗ്രികൾച്ചർ ആണെങ്കിലും, ലീസിംഗ് ആണെങ്കിലും, ഹയർ പർച്ചേസ് ആണെങ്കിലും, ഇൻഷുറൻസ് ആണെങ്കിലും, മൈക്രോ ഫിനാൻസ് ആണെങ്കിലും, ഏത് മേഖലകൾ എടുക്കുകയാണെങ്കിലും ഇഫ് ദേ ആർ ഡൂയിങ് എനി ഓഫ് ദ നോൺ ബാങ്കിങ് ആക്ടിവിറ്റി ഇറ്റ് ഹാവ് ടു ബി രജിസ്റ്റേർഡ് വിത്ത് RBI ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. മിനിമം ഏർലിയർ ഇറ്റ് ഈസ് ലൈക്ക് നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ഒരു 25 lakh ആയിരുന്നു മിനിമം നെറ്റ് ഓൺ ഫണ്ട് വേണ്ടിയിരുന്നത്. നൗ ഇറ്റ് ഹാസ് ബീൻ ഇൻക്രീസ് ടു 2 crores. 2 crores ആണ് ഇപ്പോഴത്തെ കറന്റ് ലെവലിലുള്ള നെറ്റ് ഓൺ ഫണ്ട് ആയിട്ട് വേണ്ടത്. Then another regulation made by RBI on NBFC is that they have to maintain 10 and 15% of their deposits in liquid assets. Like ഇപ്പോ മിനിമം ഒരു 15% എന്നുള്ള രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. ബട്ട് ലൈക്ക് there are relaxation for 10 to 15 എന്ന് പറയാനുള്ള ഒരു കാരണം ഡിഫറെന്റ് സെക്ടറിൽ ഡിഫറെന്റ് രീതിയിലാണ്. ഇപ്പോ ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പൊ നമ്മൾ പറഞ്ഞു 200 crores വേണമെന്നു. But in the case of like infrastructure finance, it is like extended to 300 crores, അല്ലെങ്കിൽ 300 lakhs. ആ ഒരു രീതിയിലാണ് ഹൗസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിന് മിനിമം നെറ്റ് ഓൺ ഫണ്ട് വേണ്ടത്. ബട്ട് ഓൺ ആൻ ആവറേജ് ലൈക്ക് 10 to 15% ആണ് നമ്മുടെ ലിക്വിഡ് അസറ്റ് ആയിട്ട് NBFCs മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത്. Like it varies, but they are keeping but certain companies IL&FS പോലെയുള്ള കമ്പനീസ് അങ്ങനെ കീപ്പ് ചെയ്യാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. Then the NBFCs are not permitted to accept deposits from the public deposits അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല in general cases. But if they are getting COR, certificate of registration, like RBIയുടെ കയ്യിൽ നിന്ന് certificate of registration കിട്ടുകയാണെന്നുണ്ടെങ്കിൽ these NBFCs can accept public deposits. Like അതും ഒരു ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആയിട്ട് അല്ല അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. They can accept it as like a term deposit ആയിട്ട് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വേറൊരു റെഗുലേഷൻ. ആക്ച്വലി there is a 50-50 ടെസ്റ്റ്. RBI ഒരു NBFC ആയിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 50-50 ടെസ്റ്റ് വെക്കാറുണ്ട്. 50-50 ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ലൈക്ക് ഫസ്റ്റ് ഇനീഷ്യലി they will check ഈ കമ്പനികളുടെ ഫിനാൻഷ്യൽ അസറ്റ്, ഈ NBFCയുടെ ഫിനാൻഷ്യൽ അസറ്റ് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കും. നമ്മളെ ഓരോ കമ്പനികൾക്കും ഓരോ രീതിയിലായിരിക്കും അസറ്റ് ഉണ്ടാവുക. നമ്മളിപ്പോ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നോൺ ബാങ്കിങ് അല്ലെങ്കിൽ ഈവൻ ബാങ്കിങ് കമ്പനീസിന്റെ
ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഏത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്തോളൂ, they will not be having their own building ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ആക്ച്വലി they will be operating in a rental building. റെന്റൽ ബിൽഡിങ്ങിലായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ ഇപ്പോ ഒരു ടൗണിലാണ് മിക്കവാറും ഒരു അത്യാവശ്യം ഒരു നല്ലൊരു സ്പേസിലായിരിക്കും ബാങ്കിങ് അല്ലെങ്കിൽ NBFCs ഓപ്പറേറ്റ് ചെയ്യുക. ടൗണിൽ അത്യാവശ്യം ഒരു ബിൽഡിംഗ് സ്ഥലം മേടിച്ച് കെട്ടുക അല്ലെങ്കിൽ ഓൾറെഡി ബിൽഡിംഗ് മേടിക്കുക എന്ന് പറയുന്നത് ഇറ്റ് റിക്വയർസ് ലൈക്ക് ക്രോർസ് ഓഫ് റുപ്പീസ്, റൈറ്റ്? സോ വാട്ട് ഈസ് ദെയർ ഇന്റൻഷൻ എന്ന് പറയുന്നത്, അവര് ഇത്രയും കോടികൾ ഉണ്ടെങ്കിൽ ദീസ് മണി ക്യാൻ ബി യൂസ്ഡ് ഫോർ വാട്ട്? ദേ ക്യാൻ ഗിവ് ഇറ്റ് ആസ് ലോൺ, റൈറ്റ്? ലോൺ ആയിട്ട് കൊടുക്കുകയും അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും, റൈറ്റ്? അപ്പൊ ആ ഒരു എമൗണ്ട് ഈ റെന്റൽ കൊടുക്കുന്ന അല്ലെങ്കിൽ റെന്റായിട്ട് ഒരു എക്സ്പെൻസ് വരുന്നതിനേക്കാളും എത്രയോ കൂടുതലാണ്. സോ വാട്ട് ദേ പ്രിഫർ ഈസ് ലൈക്ക് ഓരോ വർഷവും റെന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് കൂടുതലാണെങ്കിൽ റെന്റ് തന്നെയല്ലേ ബെറ്റർ. പിന്നെ അത് മാത്രമല്ല, ഇവരുടെ ഫിനാൻഷ്യൽ അസറ്റ് ഇറ്റ് ഹാവ് ടു ബി മോർ ദാൻ 50%. 50%-നേക്കാളും കൂടുതലായിരിക്കണം ഇവരുടെ ഫിനാൻഷ്യൽ അസറ്റ്. ഇപ്പൊ ലാൻഡ് മറ്റുള്ളതൊന്നും ഫിനാൻഷ്യൽ അസറ്റ് ആയിട്ട് വരുന്നില്ല. ബാലൻസ് ഷീറ്റിൽ കൂടുതലായിട്ട് പ്രോപ്പർട്ടീസ് ഒക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ നോട്ട് ബി ഗെറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഫ്രം ദി RBI. RBIയുടെ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസിലായിരിക്കും, ലൈക്ക് സ്റ്റോക്കുകൾ, ഡിബഞ്ചർ, അതുപോലെ ലോൺ തുടങ്ങിയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കണം അവരുടെയും കൂടുതലായിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റൂൾ. ലൈക്ക് 50-50 ടെസ്റ്റില് ആദ്യം പറയുന്നത് ഫിനാൻഷ്യൽ അസറ്റ് ആയിരിക്കണം മോർ ദാൻ 50% ഒരു NBFCക്ക് ഉണ്ടായിരിക്കേണ്ടത്. രണ്ടാമത് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ഗ്രോസ് ഇൻകം. നെറ്റ് പ്രോഫിറ്റ് അല്ല പറയുന്നത്, ഗ്രോസ് ഇൻകം ആണ് പറയുന്നത്. ഗ്രോസ് ഇൻകം ഓൾസോ ഹാവ് ടു ബി മോർ ദാൻ 50% ഫ്രം ദി ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ്. ഫിനാൻഷ്യൽ പ്രൊഡക്ട്സിൽ നിന്നായിരിക്കണം ലൈക്ക് കൂടുതലും ഇവര് ഗ്രോസ് ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. That is another category in the 50-50 test of the like RBI NBFCs നെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ അവരുടെ ഇൻകം, ഫോർ എക്സാമ്പിൾ ലൈക്ക് റെന്റൽ ഇൻകം തന്നെ ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ they will be getting by selling any of the other securities. So അങ്ങനെ അത്തരം ഇൻകം അല്ലാതെ ഇവരുടെ ലോണിൽ നിന്നും അല്ലെങ്കിൽ വാട്ട് ഈസ് ദെയർ പ്രിൻസിപ്പൽ ബിസിനസ്, ആ പ്രിൻസിപ്പൽ ബിസിനസ്സിൽ നിന്നായിരിക്കണം അവരുടെ മെയിൻ ആയിട്ടുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യേണ്ടത്. ഓപ്പറേറ്റിംഗ് ഇൻകം കൂടുതലായിട്ടും ഈ ലൈക്ക് ഗ്രോസ് ഇൻകത്തിന് കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ് ഈസ് അനദർ റെഗുലേഷൻ. ദെൻ മൂവിങ് ഓൺ, പിന്നെ പറയുന്നത് ആക്ച്വലി എവറി ഇയർ ദേ ഹാവ് ടു ക്രിയേറ്റ് എ റിസർവ് ഫണ്ട്. And that reserve fund should not be less than 20% of their net deposit. അതാണ് അടുത്തൊരു റെഗുലേഷൻ, RBI റെഗുലേഷൻ വരുന്നത്. ലൈക്ക് ദീസ് NBFCs have to create a reserve fund and have to transfer not less than like 20%-നേക്കാളും കുറയാതെ തന്നെ. ഏതിന്റെ 20% ആണ്? നെറ്റ് ഡെപ്പോസിറ്റ്സിന്റെ 20%-നെ കുറയാതെ തന്നെ എവറി ഇയർ they have to transfer to the reserve fund. റിസർവ് ഫണ്ടിലേക്ക് അത് മാറ്റി വെച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ്. Then next regulation എന്ന് പറയുന്നത് NBFCs are allowed to accept public deposit. Public deposit accept ചെയ്യാം. For that they have to get like COR കിട്ടിക്കഴിഞ്ഞാൽ they can accept the public deposit. Public deposit accept ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ they cannot ഒരു ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആയിട്ടല്ല അക്സെപ്റ്റ് ചെയ്യേണ്ടത്. മിനിമം എ പീരീഡ് ഓഫ് 12 months. 12 monthsന്റെ ഒരു മിനിമം പീരീഡ് ഉണ്ടായിരിക്കണം. മാക്സിമം ഓഫ് 60 months ആണ്. Some cases it will be extended like more than 60 months ഉള്ള കേസുകളുണ്ട്. എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിന്റെ കേസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ 60 months ഒന്നും ആയിരിക്കത്തില്ല. ലൈക്ക് ഡെപ്പോസിറ്റിന്റെ കേസിൽ കുഴപ്പമില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ലോൺ 60 months ആയിരിക്കില്ല, ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും തിരിച്ചടയ്ക്കും. Okay, and they cannot accept a deposits repayable on demand. Demand deposit accept ചെയ്യാൻ പറ്റില്ല. That is one of the regulation. That is a major difference between the bank and NBFC. Then next ഒരു point പറയുന്നത് NBFC cannot offer interest rate higher than the ceiling rate prescribed by RBI. Ceiling മാത്രമല്ല ഫ്ലോർ റേറ്റും രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യണം. രണ്ടും it is decided by RBI. ലൈക്ക് ഇപ്പോൾ ഒരു കറന്റ് സീലിംഗ് റേറ്റ് എന്ന് പറയുന്ന ഒരു 11%. ഇത് ഡെപ്പോസിറ്റിനാണ് കേട്ടോ, ലോണിനല്ല. ലോൺ ഇറ്റ് ഈസ് മോർ ദാൻ ദാറ്റ്. സോ RBI വിൽ ബി ലൈക്ക് ഡിസൈഡിങ് എത്ര വരെ കൊടുക്കാം എന്നുള്ളത് RBI ആണ് ഡിസൈഡ് ചെയ്യുക. 11% ഒക്കെ വെറുതെ പറയച്ചിൽ മാത്രമേ ഉള്ളൂ, ആരും അങ്ങനെ കൊടുക്കാറില്ല.
മാക്സിമം 7 to 8 ഒക്കെയാണ് കൂടുതലും കൊടുത്തത് കണ്ടിട്ടുള്ളത്. See, NBFCs cannot offer interest rate higher than the prescribed ceiling rate, which is like prescribed by RBI. Like ceiling മാത്രമല്ല floor rate. Like both the rates have to be maintained by NBFCs. കാരണം അതിനേക്കാളും കൂടാനും പറ്റില്ല കുറയാനും പറ്റില്ല. ആ ഒരു ലിമിറ്റിൽ തന്നെ RBI ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിലും ലോണിനുള്ളതാണെങ്കിലും അതുപോലെ തന്നെ ഡെപ്പോസിറ്റിനുള്ളതാണെങ്കിലും RBI അല്ലെങ്കിൽ NBFCs മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. ഇതിപ്പോ ഡെപ്പോസിറ്റിനുള്ള ഒരു സീലിംഗ് റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് 11% ആണ്. 11% ഒന്നും നോർമലി കൊടുക്കാറില്ല, ഒരു 7 to 8% ഒക്കെയാണ് കൊടുക്കാറ്. ബട്ട് ലൈക്ക് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് ലൈക്ക് ഫോർ എ ടൈം പീരീഡ് ഒക്കെ അവർ കൊടുക്കാറുണ്ട്. ബട്ട് ആഫ്റ്റർ ദാറ്റ് ദേ വിൽ ബി ബാക്ക് ടു ദി നോർമൽ റേറ്റ്സ് ആണ് നോർമലി കണ്ടുവരാറ്. ദെൻ നെക്സ്റ്റ് വൺ, these NBFCs have to obtain a credit rating minimum like ഒരു BBB അല്ലെങ്കിൽ ഒരു AAA. അപ്പൊ ക്രിസിലൊക്കെ റേറ്റിംഗ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ആ ഒരു റേറ്റിംഗ് എന്തായാലും മിനിമം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു ഡൗൺഗ്രേഡഡ് റേറ്റിംഗ് ഒരിക്കലും NBFCസിന് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ലൈക്ക് അത് ക്രിസിൽ മാത്രമല്ല, ICRA ആണെങ്കിലും ശരി, കെയർ ആണെങ്കിലും ശരി, ഏതെങ്കിലും ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ കയ്യിൽ നിന്നും they have to get a credit rating point കിട്ടുന്നുണ്ടാവും. അതൊരു മിനിമം റേറ്റിംഗ്, ഇറ്റ് ഡിപ്പെൻഡ്സ് അക്കോർഡിംഗ് ടു ദ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. ഒരു മിനിമം റേറ്റിംഗ് RBI അത് ടൈംലി റിവ്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ, ഇതൊരു ലൈക്ക് പ്രൊമോഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ലൈക്ക് കസ്റ്റമേഴ്സിനെ ഒരു ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഓഫറുകളും ഗിഫ്റ്റുകളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു അഡീഷണൽ ഇൻസെന്റീവ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അടുത്തൊരു റെഗുലേഷൻ ആയിട്ട് വരുന്നത്. നൗ സി, ഇങ്ങനെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നിങ്ങൾ വളരെയധികം സൂക്ഷിച്ചു വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ റീസെന്റ് ആയിട്ട് കേരളത്തിലെ ക്രിപ്റ്റോ കറൻസീസിന്റെ ഒരുപാട് തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളോടൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് പലരും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള രീതിയിലൊക്കെ. ഇപ്പോ റീസെന്റ് ആയിട്ട് ഒരു മോറിസ് കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസി, ചിലപ്പോൾ നിങ്ങളുടെ പരിസരത്തൊക്കെ ആരെങ്കിലൊക്കെ വന്ന് എടുക്കോ ഇൻവെസ്റ്റ് ചെയ്തോളൂ, ഡെയിലി ഇത്ര രൂപ കിട്ടും ഇൻവെസ്റ്റ് ചെയ്താൽ, എനിക്ക് തോന്നുന്നു മിനിമം എമൗണ്ട് 15,000 ആണെന്ന് തോന്നുന്നു. സോ മിനിമം ഒരു 15,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഡെയിലി ഒരു 250 രൂപ വെച്ച് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള റെഫറൽ ഇൻകം കിട്ടും. അങ്ങനെ തുടങ്ങി ഒരുപാട് ലൈക്ക് കാര്യങ്ങൾ പറയുന്നുണ്ട്. സി, മിനിമം ഡെയിലി ഒരു 1% റിട്ടേൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ 150 രൂപയാണെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിലും ഡെയിലി 1% എന്ന് പറയുമ്പോൾ ഒരു വർഷത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് അറൌണ്ട് 365%, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിനാ ജോലിക്ക് പോണേ? ഈ പണം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ, നമുക്ക് വെറുതെ ചുമ്മാ വീട്ടിലിരുന്നാൽ പോരെ. ഒരു 100 രൂപ ഡെയിലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 15,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 100 രൂപ കിട്ടുകയാണെങ്കിൽ ഒരു 1.5 ലക്ഷം അല്ലെങ്കിൽ ഒരു 3 ലക്ഷം ഇട്ട ഡെയിലി 2,000 രൂപ നമുക്ക് വെറുതെ ഇരുന്നാൽ കിട്ടും അല്ലെ? അങ്ങനെ നമുക്ക് കിട്ടുന്ന, അപ്പൊ നമ്മളൊരു കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇത്തരം ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എത്ര കാലം ഇവർക്ക് ഫീസിബിൾ ആവും. കാരണം ഇവർക്ക് അതിനേക്കാൾ കൂടുതൽ ഫണ്ട് ജനറേറ്റ് ചെയ്ത് വരുന്ന സമയത്തായിരിക്കും ഇവർ അതിനെ നമുക്ക് കിട്ടേണ്ടത്, നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് അവരെ കൊണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ? സോ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് തട്ടിപ്പുകൾ നമ്മളുടെ നാട്ടിൽ ഒരുപാട് വന്നിട്ടുണ്ട്. ഇത് പിന്നീട് ചിലപ്പോൾ അത് ലിസ്റ്റിംഗ് ഒക്കെ ചെയ്യാം. ലിസ്റ്റിംഗ് ചെയ്യാത്തൊരു കമ്പനിയാണ് മോറിസ് കോയിൻ പോലെ പുതിയത് 2022 ലിസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ലൈക്ക് ക്രിപ്റ്റോ കറൻസി ആണ് വരുന്നത്. പല ക്രിപ്റ്റോ കറൻസിയുടെ തട്ടിപ്പ്, ഇപ്പൊ ഒരു മലപ്പുറത്ത് കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു റീസെന്റ് ആയിട്ട് തട്ടിപ്പ്, അദ്ദേഹം ആത്മഹത്യ ചെയ്ത കഥയൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. സോ നമ്മൾക്ക് ചുറ്റും ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളൊക്കെ ഉണ്ട്. സോ കൂടുതലായിട്ട് ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ ഇൻസെന്റീവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് തരണം. കാരണം ആരും നമുക്ക് ഫ്രീ ആയിട്ട് ഒന്നും തരുന്നില്ല. അവർക്ക് എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടെങ്കിൽ ആ ലാഭത്തിന്റെ ഒരു വിഹിതം മാത്രമാണ് എല്ലാവരും നമ്മൾക്ക് തരാറ്. സോ അതുകൊണ്ട് തന്നെ വെനെവർ യു ആർ ഗോയിങ് ഫോർ എനി ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ്, ഹ്യൂജ് റിട്ടേൺ തരുന്ന ഒരു സാധനമാണെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നിങ്ങളൊന്ന് ആലോചിക്കണം എവിടെ നിന്നാണ് ഈ റിട്ടേൺ കിട്ടുന്നത്. അതിനൊക്കെയാണ് നമ്മൾ ഈ പഠിക്കുന്നതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ അതൊക്കെ തന്നെയാണ്. സോ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് റിട്ടേൺ കിട്ടുക, ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ കാശ് പോവോ ഇല്ലയോ എന്നുള്ള ഒരു അനാലിസിസ് നിങ്ങളുടെ സൈഡിൽ നിന്ന് കൂടെ നടത്തണം. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്കും ആ ഒരു ഫിനാൻഷ്യൽ നോളേജ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി പ്രൊവൈഡ് ചെയ്യണം. അതാണ് നിങ്ങളൊരു ഫിനാൻസ് സ്റ്റുഡന്റ് എന്ന രീതിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വേണം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ. കാരണം മലയാളികൾ പൊതുവെ
ഈ ഒരു മേഖലകളിൽ കുറച്ച് എടുത്തുചാട്ടം കൂടുതലാണ്. പെട്ടെന്ന് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കുക എന്നുള്ളൊരു ടെൻഡൻസിയാണ്. ഇപ്പൊ ഈവൻ മോറിസ് കോയിൻ വിളിച്ച സമയത്ത് എന്നോട് 1-2 പേര് വിളിച്ച് ചോദിച്ച സമയത്ത് ഞാൻ കുറച്ച് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, മോറിസ് കോയിനിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഈ ഷെയർ മാർക്കറ്റും മോറിസ് കോയിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ അവർ പറയും ഞാൻ ഷെയർ മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ്. അപ്പൊ അദ്ദേഹത്തിന് കാശ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇനീഷ്യലി അവരുടെ മനസ്സിലേക്ക് വരുന്ന ഷെയർ മാർക്കറ്റ് തട്ടിപ്പാണെന്നുള്ളതാണ്. അപ്പൊ ഷെയർ മാർക്കറ്റ് എന്താണെന്ന് പോലും പലർക്കും അറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങൾ പലരും ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കും, ട്രേഡ് ചെയ്യുന്നവരായിരിക്കും, വാല്യൂ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. സോ നിങ്ങളൊക്കെ ആണ് ഇനി മറ്റുള്ളവർക്കും കൂടി ആ ഒരു ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പോഴും കേരളത്തില് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ 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 കുറവാണ്. ഇത്രയും ഹൈലി റെഗുലേറ്റഡ് ആയിട്ടുള്ള സെബി പോലെയുള്ള ഓർഗനൈസേഷൻ ഉണ്ടായിട്ട് പോലും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിച്ചിട്ട് നേരെ കൊണ്ടുപോയി ക്യാഷ് ഇടുന്ന മറ്റുള്ള ഇതുപോലെയുള്ള തട്ടിപ്പുകളിലാണ് എന്നുള്ളതാണ്. ഒരു റെഗുലേഷനും ഇല്ലാതെ തട്ടിപ്പുകളിലൊക്കെ ക്യാഷ് ഇടുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ആ മേഖലകൾ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങൾ അറിയുന്നവരോടൊക്കെ പാസ് ചെയ്യുക. ഇനി മറ്റൊരു തട്ടിപ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്.